ന്യൂയോർക്ക് സമ്മേളനത്തിൽ പ്രഭാഷണത്തിനായി കണ്ണൂർ സ്വദേശിയായ പ്രവാസി മുഹമ്മദ് സിയാൻ ക്ഷണം. ഈ മാസം 28 വരെ നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ ബദൽ ഊർജ്ജ സംരക്ഷണമാണ് പ്രധാനമായും വിലയിരുത്തുക. പാരമ്പര്യേതര ഊർജ്ജ മേഖലയിൽ ഡ്രോൺ സേവനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്താനാണ് മുഹമ്മദ് സിയാനെ ക്ഷണിച്ചിരിക്കുന്നത്. കണ്ണൂർ താണ സ്വദേശി മുഹമ്മദ് സിയാനാണ് ഈ അസുലഭ നേട്ടം കൈവന്നിരിക്കുന്നത്. ന്യൂയോർക്ക് എനർജി വീക്ക് ഗ്ലോബൽ സമ്മേളനത്തിൽ പ്രഭാഷണത്തിനായാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വിദഗ്ധർ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യയിൽ നിന്നും സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് മുഹമ്മദ് സിയാൻ. UAE-യിലാണ് സിയാൻ പഠിച്ചതും വളർന്നതുമെല്ലാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠനം പൂർത്തീകരിച്ച് ജർമ്മനിയിൽ നിന്നും പാരമ്പര്യേതര ഊർജ്ജത്തിലും ഡാറ്റാ സയൻസിലും ബിരുദാനന്തര ബിരുദവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ജർമ്മനിയിലെ ഓഫൻബർഗിൽ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് ഡ്രോണെക്സ് 360 എന്ന പേരിലുള്ള സ്റ്റാർട്ടപ്പ് സ്ഥാപനം നടത്തിവരികയാണ് ഈ യുവാവ്. ജർമ്മൻ സർക്കാർ തന്നെയാണ് സാങ്കേതിക വികസനം ലക്ഷ്യമിട്ട് സ്ഥാപനത്തിന് ഫണ്ട് നൽകുന്നതും. ലോകോത്തര സമ്മേളനത്തിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്ന് മുഹമ്മദ് സിയാനും പറഞ്ഞു. ഞാൻ മുഹമ്മദ് സിയാൻ, ഫൗണ്ടർ ഓഫ് ഡ്രോണെക്സ് 360 കണ്ണൂരിൽ. നമ്മളൊരു ജർമ്മൻ ഗവൺമെന്റ് ഫണ്ടഡ് ഡ്രോൺ സ്റ്റാർട്ടപ്പ് ആണ്. നമ്മൾ വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ ഓട്ടോമേറ്റഡ് വിൻഡ്മിൽ ഇൻസ്പെക്ഷൻ ജർമ്മൻ ഗവൺമെന്റിന്റെ ഹെൽപ്പ് ത്രൂ നമുക്ക് US മാർക്കറ്റ് റീച്ച് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എന്നെ ന്യൂയോർക്ക് എനർജി വീക്ക് എന്ന് പറഞ്ഞ കോൺഫറൻസിൽ സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്തു. എൻ്റെ ടോപ്പിക് ഫ്യൂച്ചർ ഓഫ് റിന്യൂവബിൾ എനർജി മെയിൻ്റനൻസ്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ സ്പീക്കർ ആയതിൽ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ ഡ്രോൺ എക്സ്പാൻഷൻ US-ലേക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാൻസ് കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. പാരമ്പര്യേതര ഊർജ്ജ രംഗത്ത് ഡ്രോൺ ഉൾപ്പെടെയുള്ളവയുടെ സേവന സാധ്യതകളാണ് ഡ്രോണെക്സ് ലക്ഷ്യമിടുന്നത്. അബുദാബിയിൽ പ്രവാസിയായ മുഹമ്മദ് താരിഖിന്റെയും ഫാത്തിമ റോഷ്നിയുടെയും മകനാണ് മുഹമ്മദ് സിയാൻ. സിറ്റി ന്യൂസ്, കണ്ണൂർ.